ലക്ഷദ്വീപ്. കേരളത്തിൽ നിന്നും ഏകദേശം 300 കിലോമീറ്റർ ദൂരെ പവിഴപ്പുറ്റുകളാലും വർണ്ണ മത്സ്യങ്ങളാലും അതുപോലെ തന്നെ നല്ല തെളിഞ്ഞ കടൽ വെള്ളത്താലും ചുറ്റപ്പെട്ടിട്ടുള്ള ഒരുപാട് ദ്വീപുകളുണ്ട്. അതാണ് നമ്മുടെ സ്വന്തം ലക്ഷദ്വീപ്. കുട്ടിക്കാലം മുതലേ കേട്ട് ലൈഫിൽ ഒരിക്കലെങ്കിലും പോകണമെന്ന് ആഗ്രഹിച്ച സ്ഥലം. പോയി കണ്ടപ്പോഴാണ് മനസ്സിലായത്, ഇവിടെ വന്ന് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടില്ലായിരുന്നുവെങ്കിൽ ലൈഫിലെ ഏറ്റവും വലിയ നഷ്ടം അതുതന്നെയായിരുന്നേനെ. കരയിലും കടലിനടിയിലുമായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്കിവിടെ കാണാൻ. എത്ര കണ്ടാലും മതി വരാത്ത അത്ഭുത കാഴ്ചകൾ. ഒരുപാട് പരിമിതികളുണ്ടെങ്കിലും കളവോ ചതിയോ ഇല്ലാതെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ആളുകളുടെ സ്വന്തം നാട്. നമ്മളെ കാത്ത് ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ സ്വന്തം ലക്ഷദ്വീപിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിരാവിലെ നമ്മൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ലക്ഷദ്വീപിലേക്കുള്ള ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഒരു യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഫാമിലി ആയിട്ടാണ് ലക്ഷദ്വീപിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ മോൻ്റെ അടുത്ത് ഫ്ലൈറ്റിലാണ് പോകുന്നതെന്നുള്ളത് ഇതുവരെ മിണ്ടിയിട്ടുമില്ല. ആളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു സർപ്രൈസ് കൊടുക്കാം എന്നുള്ള പ്ലാനായിരുന്നു. രാവിലെ 9:30-ക്കാണ് ഫ്ലൈറ്റ്. ഏകദേശം ഒരു 7:30 ആയപ്പോഴേക്കും അനന്തു നമ്മളിവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ താങ്ക് യു അനന്തു, വരുമ്പോൾ കാണാം. അങ്ങനെ അനന്തുവിനോട് ബൈ എല്ലാം പറഞ്ഞ് നമ്മൾ നേരെ അകത്ത് കയറി. നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് എല്ലാം എടുത്തതിന് ശേഷം ഇനി ചെക്ക് ഇൻ ഫോർമാലിറ്റിയാണ്. നമ്മുടെ ഹാൻഡ് ബാഗിൽ കൊണ്ടുപോകുന്ന ക്യാമറയും ബാറ്ററിയും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ചെക്കെല്ലാം കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റൂ. അപ്പം ഫ്ലൈറ്റ് ഇറങ്ങണ്ട, നമ്മൾ പോകാനുള്ള ഷിപ്പ് എവിടെ തന്നെ എവിടെ ഇരിക്കുന്നത്? ഏതിൽ പോകണ ഇഷ്ടം? നമുക്ക് അടുത്താണ് നമുക്ക് ഫ്ലൈറ്റ് വരാൻ പറ്റുന്നത്, വേറെ എവിടെയും പോയില്ല. ഓക്കെ, ഇത്താണ് നമുക്ക് ഷിപ്പിൽ പോകാം. ഓക്കെ ഓക്കെ. ഡൗട്ട് എന്തായിരുന്നു? എവിടെ? അതുകൊണ്ട് അതെങ്ങനെ ഫ്ലൈറ്റിന് സീറ്റിന്റെ നമ്പർ എങ്ങനെയാ? സീറ്റിന്റെ നമ്പർ 4. നമുക്ക് നോക്കാം, അടുത്താണ് നമുക്ക് പ്ലാൻ ചെയ്യാം. ഫ്ലൈറ്റ് ടിക്കറ്റ് കണ്ടപ്പോൾ തന്നെ മോനെ ഏകദേശം ഒരു ഐഡിയ കിട്ടി ഫ്ലൈറ്റിനാണ് പോകുന്നതെന്നുള്ളത്. എങ്കിലും ഷിപ്പിലാണ് പോകുന്നതെന്ന് പറഞ്ഞ് പറ്റിച്ചാണ് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് വണ്ടി എത്തിയപ്പോഴേക്കും ആൾക്ക് ഏകദേശം മനസ്സിലായി. ഏതിലാ പോണേ? ഹാപ്പിയാ? ഏതാ ഈ കാണുന്നതിൽ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ വൈഫും മോനും നല്ല രീതിയിൽ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഈ കാണുന്നൊരു ഫ്ലൈറ്റിൽ ഏകദേശം 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് വേണം നമുക്ക് ലക്ഷദ്വീപിലേക്ക് എത്താനായിട്ട്. നമ്മൾ ഇന്ന് ഈ ട്രാവൽ ചെയ്യുന്ന ഫ്ലൈറ്റിൻ്റെ ഇത്രയും സീറ്റ് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് പറയട്ടെ. 18 പേര് ലക്ഷദ്വീപ് പോകാനായിട്ട് പ്ലാൻ ചെയ്ത് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ടൂർ കമ്പനി വഴിയാണ് അവർ പോകാനായിട്ട് പ്ലാൻ ചെയ്തത്. പക്ഷേ ഇന്ന് സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, അവർ പാക്കേജ് എടുത്ത ആ ഒരു ടീം പെർമിറ്റ് എടുത്തതിൻ്റെ അകത്ത് ഡേറ്റിൽ എന്തോ ഒരു വ്യത്യാസം വന്നുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും തന്നെ ഫ്ലൈറ്റിൽ കയറാനും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അത്രയും ആഗ്രഹിച്ച് വന്ന ആളുകൾക്ക് ലക്ഷദ്വീപിൽ പോകാനോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലേക്കൊന്ന് കയറാൻ പോലുള്ള ഒരു അവസരം ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. കുറച്ച് പ്രായമുള്ള ആളുകളായിരുന്നു കേട്ടോ. അവർ അത്രയും ആഗ്രഹിച്ച് ലക്ഷദ്വീപ് കാണാനായിട്ട് വന്നിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റാതെ തിരിച്ചു പോകേണ്ടി വന്ന ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, എത്രത്തോളം സങ്കടമായിട്ടുണ്ടാവും. നമ്മളിതുപോലെ ട്രിപ്പുകളെല്ലാം പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന അല്ലെങ്കിൽ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ വഴി മാത്രം നമ്മൾ ഇതുപോലുള്ള പാക്കേജ് എടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളെന്തായാലും ഇത്തവണത്തെ ഈ ഒരു പാക്കേജ് ചൂസ് ചെയ്തിരിക്കുന്നത് മസാല ട്രിപ്പ് വഴിയാണ്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, നമുക്ക് നല്ലപോലെ അറിയാവുന്ന 2 പേരാണ് മസാല ട്രിപ്പ് നടത്തുന്നത്. നമ്മുടെ മല്ലു ഡ്രോൺ ട്രാവലറിലെ ഷബിൻ ബ്രോയും അതുപോലെ ബിബിൽ ഹരിഹരൻ എന്ന് പറയുന്ന പേജിലെ ബിബിൽ ബ്രോയും. വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള 2 കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് ഇവരുടെ ആ ഒരു കമ്പനിയിൽ നിന്ന് പാക്കേജ് ഒക്കെ എടുക്കാം. അങ്ങനെ ഏകദേശം 1.5 മണിക്കൂറത്തെ ട്രാവലിന് ശേഷം നമ്മൾ ലക്ഷദ്വീപിലേക്ക് എത്തി. നമ്മൾ ആദ്യമായിട്ട് കാണുന്നുള്ളൂ, നിങ്ങൾ ഫേമസ് ആണ്. അങ്ങനെ അഗത്തി എയർപോർട്ടിൽ എത്തിയപ്പോൾ തന്നെ നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് ഫറൂഖ് ബ്രോയും 2 ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു.
ഫറൂഖിനെ നമ്മൾ ഓൾറെഡി ഷബീൻ ബ്രോയുടെ വീഡിയോയിലൂടെ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ അഗത്തി ഐലൻഡിലെ നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും ഒക്കെ ഫറൂഖാണ്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ കടലും ഒരുപാട് തെങ്ങും ഇത് തന്നെയാണ് ഇവിടുത്തെ ഒരു മെയിൻ കാഴ്ച എന്ന് പറയുന്നത്. മറ്റു മരങ്ങൾ വെച്ച് നോക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 90% കാണുന്നത് തെങ്ങ് തന്നെയായിരിക്കും. പിന്നെ ഇവിടുത്തെ കടലിനും ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ പോകുന്ന ദ്വീപിന്റെ ഒരു സൈഡിലെ കടല് നല്ല രീതിയിൽ റഷും മറ്റേ സൈഡിൽ വളരെ കാമായിട്ടുള്ള വേവ്സും ആയിരിക്കും. നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള തെങ്ങുംതോപ്പ് തന്നെയാണ് അഗത്തി ഐലൻഡ് എന്നല്ല, ഈ ലക്ഷദ്വീപിലെ ഏത് ഐലൻഡിൽ പോയാലും നമുക്ക് കാണാനുള്ളത്. ഏകദേശം 36 ഐലൻഡ്സ് ആണ് ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്ന ആ ഒരു ടെറിട്ടറി വരുന്നത്. അതില് 10 ഐലൻഡിൽ മാത്രമാണ് ആൾതാമസമുള്ളൂ. നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഈ കടലിന്റെ ഒക്കെ ഒരു കാഴ്ച കണ്ടില്ലേ? നല്ല തെളിഞ്ഞ വെള്ളം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഏത് ബീച്ചിലേക്ക് നോക്കിയാലും കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയായിരിക്കും. നമ്മളിപ്പോൾ അഗത്തിയില് ഫുഡ് കഴിക്കാനായിട്ട് നിർത്തി കേട്ടോ. ഇവിടെ ഏത് ഹോട്ടലാണെന്ന് അറിയില്ല. ഇപ്പോൾ ഫറൂഖൊക്കെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നിറങ്ങിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാണ്. നേരെ ബാക്കിലായിട്ട് നല്ല അടിപൊളിയായിട്ട് കടല് കാണാൻ പറ്റുന്നുണ്ട്. നല്ല നീല കളറിൽ അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇവിടുന്ന് ബൈക്ക് അവർ പറഞ്ഞ് അറേഞ്ച് ചെയ്തു തരും. അപ്പോൾ ആ ബൈക്കുമായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ അടുത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. അപ്പോൾ നമ്മളിത് വന്ന ഉടനെ തന്നെ പൊറോട്ടയും അതുപോലെ തന്നെ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ചൂരക്കറി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ ലക്ഷദ്വീപിലെ ചൂരക്കറി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയട്ടെ എങ്ങനെയുള്ളത്. നല്ല ഫ്രഷ് മീനായിട്ട് കിട്ടും. നമ്മുടെ അവിടെ കിട്ടുന്നതിനേക്കാളും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ്. ഐസിൻ്റെ പരിപാടിയൊന്നുമില്ല. ലൈവായിട്ട് പിടിക്കുന്നു, ലൈവായിട്ട് കറി വെക്കുന്നു. കൊള്ളാട്ടോ. മീൻ നല്ല ഫ്രഷ് മീനാണ്. അതിൻ്റെ ആ ടേസ്റ്റ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഫറൂഖ് ഒരു 2 വീലർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ 2 വീലർ എടുത്തിട്ട് ഇവിടേക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാം. ചെറിയ വഴികളിലൂടെയൊക്കെ പോയിട്ടെ ഇവിടുത്തെ വില്ലേജും കാര്യങ്ങളൊക്കെ ഒന്ന് ചുമ്മാ കണ്ടിട്ട് വരാം. നമ്മൾ ഈ കാണുന്ന രീതിയിൽ ചെറിയ റോഡുകളാണ് ഇവിടെ കൂടുതലും. ഏകദേശം ഒരു 2 മീറ്ററൊക്കെയാണ് ഇവിടുത്തെ ആ ഒരു റോഡിന്റെ വീതി എന്ന് പറയുന്നത്. ഈ റോഡിന്റെ സൈഡിൽ നോക്കിയാലും 2 സൈഡിലും ഒരുപാട് തെങ്ങുകൾ കാണാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞാൽ ലക്ഷദ്വീപിൽ വരുമ്പോൾ ഈ കാണുന്ന റോഡ് മാത്രമല്ല, ഈ റോഡിൽ നിന്ന് മൺവഴിയിലൂടെ അകത്തേക്ക് കയറി ഈ ദ്വീപിലെ കാഴ്ചകളൊക്കെ കാണണം. അപ്പോഴാണ് ശരിക്കും ഈ ദ്വീപിലെ ലൈവായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ദ്വീപിലെ ഗ്രാമക്കാഴ്ചകൾ. ഇന്ത്യയിൽ ഹെൽമെറ്റ് ഇല്ലാണ്ട് ലീഗലായിട്ട് പോകുന്ന സ്ഥലമാണോ? വേറെ ഇഷ്യൂസില്ല. നമ്മൾ ഫാമിലി ആയിട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് ആരും കുറ്റം പറയുകയും ചെയ്യേണ്ട കേട്ടോ. കാരണം ഇവിടെ ആരുടെയും കയ്യിൽ ഹെൽമെറ്റ് ഒന്നുമില്ല. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇവിടുത്തെ റോഡുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ നാരോ ആയിട്ടുള്ള റോഡുകളാണ്. അതുമാത്രമല്ല വളരെ സ്ലോ ആയിട്ടാണ് മിക്കവരും ഇതിലെ വണ്ടി ഓടിച്ച് പോകുന്നത്. നമ്മളും ഏകദേശം ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ സ്പീഡിലേക്കാണ് വണ്ടി ഓടിച്ച് പോയത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ പഴയ പള്ളി. ഇവിടെയുള്ള ആളുകൾ മരിക്കുന്ന ടൈമിൽ ഈ ഭാഗങ്ങളിലൊക്കെയാണ് ഖബറടക്കാറുള്ളത്. അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഡീവിയേഷൻ എടുത്ത് മണ്ണിട്ട വഴിയിലൂടെയൊക്കെ പോകാനായിട്ടുള്ള പ്ലാനാണ്. ഇവിടെ നിന്ന് തിരിഞ്ഞ് നമ്മൾ ഈ മണ്ണിട്ട വഴിയിലൂടെയൊക്കെ പോയി തുടങ്ങിയപ്പോൾ തന്നെ ശരിക്കും ഇവിടുത്തെ ആ ഒരു ഗ്രാമക്കാഴ്ചകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റി. ചെറിയ വീടുകളും ചെറിയ ചെറിയ ഷെഡുകളും പിന്നെ ഈ വഴിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന കോഴികളും ആടുകളും അങ്ങനെയുള്ള ഒരുപാട് ഗ്രാമക്കാഴ്ചകളൊക്കെ നമുക്ക് ഈ ഒരു റൂട്ടിൽ കാണാം. ശരിക്കും പറഞ്ഞാൽ ഈ ലക്ഷദ്വീപിലെല്ലാം പോകുന്ന ടൈമിൽ നമ്മൾ മെയിൻ റോഡിലൂടെ ഇങ്ങനെ പോയി അവിടെ കാണുന്ന സ്ഥിരം കാഴ്ചകൾ കാണാതെ ഇതുപോലുള്ള ചെറിയ വഴികളിലൂടെയൊക്കെ പോയി ശരിക്കും അതിൻ്റെ എസൻസ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വഴികളിലൂടെ തന്നെ പോകണം. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലുള്ള വഴി ഏതിലെ തിരിഞ്ഞ് കയറി കഴിഞ്ഞാലും ഏതെങ്കിലും റോട്ടിലൊക്കെ ആയിട്ട് ചെന്നെത്തും. പിന്നെ ഇതൊരു ദ്വീപ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വഴി തെറ്റി വേറെ സ്ഥലത്ത് നിന്ന് പെടാനുള്ള ചാൻസും ഇല്ല. നമ്മൾ ഈ പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല തെളിഞ്ഞ വെള്ളത്തോടു കൂടി തന്നെ ഈ ഒരു കടലും കാണാനായിട്ട് പറ്റും. കടൽ വെള്ളം കണ്ടിട്ട് ശരിക്കും ചാടാനൊക്കെ തോന്നുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ക്ലിയറാണ് ഇവിടുത്തെ ഈ വാട്ടർ എന്ന് പറയുന്നത്. ലക്ഷദ്വീപ് നമ്മൾ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ വന്ന വഴി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറങ്ങി നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഇവിടുത്തെ ഉൾവഴികളെല്ലാം എക്സ്പീരിയൻസ് ചെയ്തു. യാതൊരുവിധ പരിചയമില്ലാത്ത വഴികളാണെങ്കിലും വളരെ ധൈര്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ റൂട്ടിൽ പോയത്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുള്ള ഏരിയ അല്ല. നമ്മൾ ഈ പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ്. നമ്മൾ ഈ കാണുന്ന തെങ്ങ് കണ്ടില്ലേ? ഒരു തെങ്ങിൻ്റെ മുകളിൽ മറ്റൊരു തെങ്ങ് വന്നേക്കണമല്ലേ? ഇതേ രീതിയിൽ തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് മിക്ക സ്ഥലങ്ങളിലും ഒരു തെങ്ങിന് മുകളിൽ മറ്റൊരു തെങ്ങ് വന്ന് ആ ഒരു രീതിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. ഇനി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കണേ. നമ്മൾ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു സ്കൂളാണ്. ഇവിടെ ഉച്ചവരെയാണ് സ്കൂൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം പോകുന്ന തിരക്കിലുമാണ്.
നമ്മളീ പോകുന്ന വഴിക്ക് തന്നെ കുട്ടികളുടെ സൈക്കിളെല്ലാം ഇരിക്കുന്നത് കാണാം. ബൈക്കൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ കുട്ടികളുടെയും വലിയ ആളുകളുടെയൊക്കെ ഒരു പ്രധാന യാത്രാമാർഗം എന്ന് പറയുന്നത് സൈക്കിൾ തന്നെയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടെ പെട്രോളിൻ്റെ അവൈലബിലിറ്റി ഇത്തിരി കുറവാണ്. അതുകൊണ്ട് തന്നെ 2 വീലർ ഓടിച്ച് നമുക്ക് മാസം മുഴുവൻ നടക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പെട്രോൾ അവൈലബിലിറ്റി കുറയുന്ന ആ ഒരു ടൈമിൽ മിക്കവരും യൂസ് ചെയ്യുന്നതും സൈക്കിളുകൾ തന്നെയാണ്. നമ്മൾ ഈ ദ്വീപിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് ഈ കാണുന്ന രീതിയിൽ തെങ്ങുകൾ തന്നെയാണ് കാണാനായിട്ട് പറ്റുക. ഇവിടുത്തെ ഒരു പ്രധാന കൃഷി എന്ന് പറയുന്നതും ഈ തെങ്ങുംതോപ്പൊക്കെ തന്നെയാണ്. ഇവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണത്തിനുള്ള പച്ചക്കറിയും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് എല്ലാം ശരിക്കും പറഞ്ഞാൽ ഷിപ്പിൽ പുറത്തു നിന്നാണ് വരുന്നത്. നമ്മൾ ഈ കാണുന്നൊരു മരം കണ്ടില്ലേ, ഇതാണ് കടപ്ലാവ്. ലക്ഷദ്വീപിൻ്റെ ഔദ്യോഗിക വൃക്ഷം അതാണ് കടപ്ലാവ്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് മിക്ക സ്ഥലങ്ങളിലും സ്കൂൾ വിട്ട ഒരു ടൈം ആയതുകൊണ്ട് തന്നെ കുട്ടികളിങ്ങനെ പല സ്ഥലങ്ങളിലും കളിക്കുന്ന കാഴ്ചകളൊക്കെ കാണാനായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഈ റൂട്ടിലൂടെയൊക്കെ കയറിയതുകൊണ്ട് മാത്രമാണ് ഇവരിങ്ങനെ കളിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റിയത്. സാധാരണ പോകുന്ന മെയിൻ റോഡിലൂടെയാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും കാണുന്ന രീതിയിലുള്ള സ്ഥിരം കാഴ്ചകളൊക്കെ തന്നെയായിരിക്കും നമുക്കും കാണാനുണ്ടാവുക. പിന്നെ ഇതേപോലുള്ള വഴികളിലൂടെയൊക്കെ കയറി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും അവിടെയുള്ള ആളുകളുടെ പ്രൈവസിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഈ കാണുന്ന സ്ഥലമെല്ലാം കാണുമ്പോൾ എനിക്ക് ശരിക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നത് ആലപ്പുഴയിലെ ഒരു ഭൂപ്രകൃതിയൊക്കെ ആയിട്ടാണ്. കാരണം ഈ കാണുന്ന രീതിയിലുള്ള പൂഴിമണ്ണും തെങ്ങുംതോപ്പൊക്കെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് ആലപ്പുഴയിലാണ്. നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് റോഡിന് തൊട്ട് സൈഡിലായിട്ട് തന്നെ ചെറിയൊരു സപ്ലൈ ഓഫീസ് പോലെ കണ്ടു. സംഭവം നമ്മുടെ നാട്ടിലെ റേഷൻ കടയൊക്കെ അതുപോലെ തന്നെ ലക്ഷദ്വീപിൽ പെട്രോൾ കൊടുക്കുന്ന സ്ഥലമാണ്. അത് 1 ലിറ്ററിൻ്റെയും 2 ലിറ്ററിൻ്റെയും 5 ലിറ്ററിൻ്റെയും ക്യാനുണ്ട്, അതിലാണ് അളന്നു കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അവിടെ റേഷൻ കിട്ടുന്ന എങ്ങനെയാണോ ഏകദേശം അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ പെട്രോളും കൊടുക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്ന വഴിക്കുണ്ടല്ലോ കുറേ ചെറിയ ചെറിയ വഴികൾ കാണും. നമ്മൾ ഒരു 2 വീലറൊക്കെ എടുത്ത് കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ വഴിയിലൂടെ ചുമ്മാ അങ്ങ് കയറി പോവുക. സംഭവം വേറെ ഒന്നുമില്ല, നമ്മൾ സാധാരണ ഈ റോട്ടിൽ കൂടി പോകുമ്പോൾ കാണുന്ന കാഴ്ചകളെക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഗ്രാമീണപരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് നേരെ കണ്ട എല്ലാ ഇടവഴിയിലും കയറിയിട്ടുണ്ട്. ചില വഴിയിലൊന്നും നമുക്ക് വണ്ടിയായിട്ട് അത്ര ഈസി ആയിട്ട് പോകാൻ പറ്റില്ല, കാരണം കുഴമണ്ണൊക്കെയാണ്. അപ്പോൾ അവിടെ കുഴമണ്ണ ആയിരുന്നു അത്ര സെറ്റായിട്ട് നമുക്ക് വണ്ടി സുഖമായിട്ട് ഓടിച്ചു പോകാൻ പറ്റില്ല. പക്ഷേ ആ ഒരു റിസ്ക് എടുത്ത് നമ്മൾ അകത്തേക്ക് ഓടിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ കുറേ അടിപൊളി കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. സാധാരണ നമ്മൾ വരുമ്പോഴേക്കും ഈ കാണുന്ന രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത റോട്ടിൽ കൂടി ജസ്റ്റ് പോയി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണും, അല്ലെങ്കിൽ ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വരുന്നല്ലേ. അതിന് പകരം ഈ കാണുന്ന വഴി കണ്ടല്ലേ, ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മണ്ണിട്ട വഴിയാണ്. ഇത് കണ്ടോ, ഈ ഒരു വഴി ശരിക്കും പറഞ്ഞാൽ നമ്മൾ കയറി കഴിയുമ്പോൾ പല ഡീവിയേഷൻസ് വരും. ചിലപ്പോൾ നമ്മൾ ലൂപ്പിൽ തന്നെ കിടന്ന് കളിക്കും, കാരണം ഞാൻ 2-3 തവണ ഒരേ റൂട്ടിലൊക്കെ തന്നെ കറങ്ങി വന്നു. പക്ഷെ അങ്ങനെയാണെങ്കിലും ആ ഒരു വഴി ഉണ്ടല്ലോ അടിപൊളി വൈബാണ്. ശരിക്കും അതിൻ്റെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് ഈ അഗത്തി ഐലൻഡിൻ്റെ ഒരു ഭംഗി ശരിക്കും അറിയാൻ പറ്റും. നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെ നേരെ ചെല്ലുമ്പോഴേക്കും ഒരു ബീച്ചിലേക്കാണ് ചെല്ലുന്നത്. നമ്മൾ ഈ കാണുന്ന ബീച്ചിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല രീതിയിൽ തിരയുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ബീച്ചിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ ഒരു ഭാഗത്ത് തിരയൊന്ന് നോക്കി വളരെ കാമായിട്ടല്ല കിടക്കുന്നത്. അങ്ങനെ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു കരിക്കെല്ലാം കുടിച്ച് നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്. ഇതാ ഈ കാണുന്നൊരു ബിൽഡിംഗ് കണ്ടില്ലേ, ഇവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. നമ്മുടെ ബീച്ചിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി വ്യൂ ഇവിടെ നിന്ന് കിട്ടും. പിന്നെ റൂംസിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ല റൂംസ് തന്നെയായിരുന്നു. മസാല ട്രിപ്സിൻ്റെ ഈ ഒരു പാക്കേജിൽ പല റേറ്റിലുള്ള പാക്കേജസ് ഉണ്ട്. നമ്മുടെ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ഏത് പാക്കേജാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. നമ്മൾ ഫാമിലി ആയിട്ട് വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള റൂംസ് തന്നെയായിരുന്നു നമ്മൾ ചൂസ് ചെയ്തത്. അങ്ങനെ നമ്മൾ ചെന്ന് ചെക്ക് ഇൻ ചെയ്ത ഉടനെ തന്നെ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്രയിൽ നമുക്കുള്ള ഫുഡും താമസവും നമ്മുടെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷനും ഫെറിയും എല്ലാ കാര്യങ്ങളും നോക്കുന്നത് മസാല ട്രിപ്സ് തന്നെയാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമിൻ്റെ തൊട്ട് ഫ്രണ്ടിലെ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല പച്ച കളറിൽ തെളിഞ്ഞ കടൽ. ഈ ഒരു വെള്ളം കാണുമ്പോൾ തന്നെ ശരിക്കും നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് തോന്നും, കാരണം അത്രയ്ക്ക് ഭംഗിയാണ് ഈ ഒരു കാഴ്ച കാണാനായിട്ട്. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കുറച്ച് ദൂരത്തിൽ നമുക്കൊരു ഐലൻഡ് ഉണ്ട്, അങ്ങോട്ടേക്ക് ഒരു ഗ്ലാസ് ബോട്ടിൽ പോവുക. ഗ്ലാസ് ബോട്ടിൽ പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് മീനുകളെയും കാണാം, അതുപോലെ തന്നെ ലക്ക് ഉണ്ടെങ്കിൽ കടലാമയും കാണാൻ പറ്റും. നമ്മളിപ്പോൾ നിൽക്കുന്നത് അഗത്തി ഐലൻഡിലാണ്. നമ്മളിപ്പോൾ പോകുന്ന ഐലൻഡിൻ്റെ പേര് കൽപ്പട്ടി ഐലൻഡ് എന്നാണ്. നമ്മളവിടെ സ്റ്റേ ചെയ്യുമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പോയി ഐലൻഡ് ഒന്ന് കണ്ടതിന് ശേഷം തിരിച്ചു വരാനായിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ ഈ കാണുന്ന ഗ്ലാസ് ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. ആ ഒരു ഐലൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വന്നിറങ്ങിയ ആ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ഐലൻഡ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്നതും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് പറ്റും.
നമ്മൾ ഈ ബോട്ടിൽ യാത്ര ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ വെള്ളത്തിൻ്റെ ആ ഒരു കാഴ്ചയൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി കളറിൽ നമുക്ക് ഈ ഒരു വെള്ളം കാണാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞാൽ ലക്ഷദ്വീപിലെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നതും ഈ വെള്ളത്തിൻ്റെ കളർ തന്നെയാണ്. നമ്മൾ ഈ കാണുന്ന ബോട്ടിലുള്ള ആളുകൾ ഇവിടെ സ്കൂബ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത്രയും ക്ലിയർ ആയിട്ടുള്ള ഈ ഒരു കടലായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കടലിനടിയിലെ കാഴ്ചകൾ കാണാനും പറ്റും. എന്തായാലും ഇത്തവണത്തെ ഈ ഒരു യാത്രയിൽ നമ്മളും സ്കൂബ ഡൈവിങ് ചെയ്യുന്നുണ്ട്. ഇവിടെയല്ല, നമ്മൾ ഇനി പോകാൻ പോകുന്ന മറ്റൊരു ദ്വീപിൽ. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അഗത്തി ഐലൻഡിലെ കാഴ്ചകളും അതുപോലെ തന്നെ നൈറ്റ് ഫിഷിങ്ങിൻ്റെ കുറേ കാഴ്ചകളും നൈറ്റ് മീൻ പിടിച്ച് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ഈ ഗ്ലാസ് ബോട്ടിലിരുന്ന് മീനുകളുടെ കാഴ്ചകളൊക്കെ കണ്ടു പോകുന്ന ആ ഒരു ടൈമിലാണ് പെട്ടെന്ന് നമ്മുടെ കണ്ണിലിതാ ഈ കിടക്കുന്ന ഒരു ഐറ്റത്തെ കിട്ടിയത്. വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം കടലാമ. ഗ്ലാസ് ബോട്ടിൽ നിന്ന് കാണുന്നതിനേക്കാൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അണ്ടർ വാട്ടർ നമ്മുടെ ആക്ഷൻ ക്യാമറ വെച്ചിട്ട് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ കാണുന്നത് ഒരു കുഞ്ഞൻ ആമയാണെങ്കിലും അതിൻ്റെ ദേഹത്തെ ആ പാറ്റേൺ ഒക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും കുറച്ചധികം നേരം നിന്ന് ആമയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പോയത്. നമ്മൾ ഈ കാണുന്ന സ്ഥലമില്ലേ, ഇതാണ് ഇവിടുത്തെ എയർപോർട്ട്. ഈ എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ പോകുന്ന കൽപ്പെട്ടി ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലവും. ഈ ഐലൻഡിലേക്കുള്ള യാത്ര ഒരു പ്രത്യേക രസം തന്നെ കേട്ടോ. കാരണം വളരെ ക്ലിയർ ആയിട്ടുള്ള ഈ ഒരു വെള്ളത്തിൽ നമ്മൾ കടലിലൂടെ ഈ ഒരു ഓളത്തിൽ ഇങ്ങനെ ഇളകി പോകുന്ന ആ ഒരു വൈബ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അഡ്വഞ്ചറായിട്ടും തോന്നും, എന്നാൽ ഒരിക്കലും മടുക്കാത്തൊരു കാഴ്ചയാണ്. നല്ല രീതിയിൽ വെയിലുണ്ടെങ്കിൽ പോലും ഈ ഒരു ബോട്ട് റൈഡ് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കൽപ്പെട്ടി ഐലൻഡിലേക്ക് എത്തി. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ എയർപോർട്ട് ഉള്ളത്. ഫ്ലൈറ്റിൻ്റെ ടൈമൊക്കെ നോക്കിയാണ് നമ്മളിവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്നതും അതുപോലെ തന്നെ ടേക്ക് ഓഫ് ചെയ്യുന്നതുമായിട്ടുള്ള വിഷ്വൽസ് ഒക്കെ എടുക്കാനായിട്ട് പറ്റും. എന്തായാലും നമ്മൾ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ ഫ്ലൈറ്റ് വന്നിറങ്ങി. സാധാരണ എയർപോർട്ടുകളെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ റൺവേക്ക് കുറച്ച് ലെങ്ത് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ചെറിയ വിമാനങ്ങൾ മാത്രമാണ് ഈ ഒരു ഭാഗത്ത് വരാറുള്ളത്. നമ്മൾ ഈ കാണുന്ന വഴി നേരെ അകത്തേക്ക് നടന്ന് ഈ ഒരു ദ്വീപ് കംപ്ലീറ്റ് നമുക്ക് ചുറ്റിക്കറങ്ങി നടന്ന് കാണാനായിട്ട് പറ്റും. നമ്മൾ പോകുന്ന വഴി മിക്ക സ്ഥലങ്ങളിലും ഇതുപോലെ രണ്ട് സൈഡിലും നല്ല രീതിയിൽ ചെടികളെല്ലാം വളർന്നു നിൽക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ആൾതാമസമില്ലാത്ത ദ്വീപ് ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് പോകുന്ന ടൈമിൽ കയ്യിൽ ഇത്തിരി വെള്ളമെല്ലാം കരുതുന്നത് നന്നായിരിക്കും. നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയത് ഉച്ചസമയം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചൂടുണ്ടായിരുന്നു. അങ്ങനെ ചൂടുണ്ടെങ്കിലും ഇവിടുത്തെ ആ ഒരു കാറ്റും അതുപോലെ നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയിൽ തണലും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ചൂടിൻ്റെ ആ ഒരു പ്രശ്നം നമുക്ക് അത്രയ്ക്ക് ഫീൽ ചെയ്യില്ല. നിങ്ങൾ ലക്ഷദ്വീപ് ചെന്നിട്ട് ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ബെസ്റ്റ് പ്ലേസ് തന്നെയായിരിക്കും നമ്മൾ ഈ കാണുന്ന കൽപ്പെട്ടി ഐലൻഡ്. കാരണം ഏത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും നല്ല ഭംഗിയുള്ള കുറേ ഫ്രെയിംസ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഈ കാണുന്ന ബീച്ച് പോലുള്ള ഏരിയയിൽ നിന്ന് നമ്മൾ കയറുന്നത് ഈ കാണുന്ന കാട് പിടിച്ചൊരു ഏരിയയിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു വഴി കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. രണ്ട് സൈഡിലും ഇങ്ങനെ വള്ളിപ്പടർപ്പ് പോലെ നിൽക്കുന്ന ചെടികളും അതിൻ്റെ ഒത്ത നടുക്കായിട്ട് ചെറിയൊരു പാത്തും. കാണാനായിട്ട് നല്ല ഭംഗിയുള്ള പോലെ തന്നെ ഈ ഒരു വഴി നടന്നു പോകുമ്പോഴും നല്ല രസമായിരുന്നു. നമ്മൾ ഈ കാണുന്ന വഴി ഏകദേശം ഒരു 10 മിനിറ്റോളം നടന്നു കഴിയുമ്പോൾ ഈ ദ്വീപിൻ്റെ മറ്റൊരു വശത്തേക്കാണ് നമ്മൾ എത്തുന്നത്. അവിടെയും നമ്മൾ നേരത്തെ കണ്ടപോലെ തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളവും നല്ല രസമുള്ള ബീച്ചുമാണ്. ഈ ഒരു ഭാഗത്ത് പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് കല്ലെല്ലാം ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ഇതിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു ഹോളും കാണാം. കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിനകത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാസ് ചെയ്യാനായിട്ടുള്ള ഏരിയയും ഈ ഒരു ഭാഗത്തുണ്ട്. പിന്നെ ലക്ഷദ്വീപിൽ പാമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ കൽപ്പെട്ടി ഐലൻഡിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്കാണ് പോകുന്നത്. ഇനി റൂമിൽ പോയി കുറച്ചു നേരം റെസ്റ്റ് എല്ലാം എടുത്തതിന് ശേഷം ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഡോൾഫിൻ വാച്ചിങ് എന്ന് പറയുന്നൊരു പരിപാടിയാണ്. അതായത് ഒരു ചെറിയ ഫിഷിംഗ് ബോട്ടിൽ നമ്മൾ കടലിന് നടുക്കോട്ട് പോയിട്ട് ഡോൾഫിനെ കാണാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു കടലിന് പച്ച കളറോ നീല കളറൊക്കെ ആണെങ്കിലും നമ്മൾ ഉൾക്കടലിലേക്ക് പോകുമ്പോൾ നല്ല കരിനീല കളറിലായിരിക്കും കടൽ കിടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന തിരയൊന്നും ആയിരിക്കില്ല കടലിനകത്തേക്ക് ചെല്ലുമ്പോൾ.
നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ആ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് കുറച്ച് നേരം നിന്നു. കാരണം ഫ്ലൈറ്റ് ഒരെണ്ണം ടേക്ക് ഓഫ് ചെയ്യാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഫ്ലൈറ്റ് അവിടെ എത്തി. അപ്പോൾ ഇവിടെ നിന്നാണ് ഫ്ലൈറ്റ് തിരിച്ച് ടേക്ക് ഓഫ് ചെയ്ത് കൊച്ചി എയർപോർട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന കാഴ്ചയും നമ്മുടെ ഈ ദ്വീപിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് നേരെ നമ്മുടെ ഗ്ലാസ് ബോട്ടിലേക്ക് തന്നെ പോവുകയാണ്. നമ്മൾ ഇങ്ങോട്ട് വന്ന പോലെ അത്ര ഈസി ആയിരിക്കില്ല തിരിച്ചുള്ള യാത്ര. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഡയറക്ഷനിലേക്കാണ് തിര വരുന്നത്. അതുകൊണ്ട് തന്നെ ബോട്ടിൻ്റെ ഫ്രണ്ട് ഇതുപോലെ തന്നെ ചാടി അടിക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ വെയിറ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് ഫ്രണ്ടിൽ പോയി ഇരുന്ന കാഴ്ചയാണിത്. ബോട്ടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നുള്ള ഈ ഒരു യാത്ര അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഈ ഓളം വരുന്ന ആ ഒരു ടൈമിൽ ബോട്ടിൻ്റെ ഫ്രണ്ട് പൊക്കിയായിട്ട് അടിക്കുന്നുണ്ടെങ്കിലും നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഈ കടലിലെ കാഴ്ചകളെല്ലാം കണ്ട് കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കടലാമകളെയും കാണാനായിട്ട് പറ്റുന്നുണ്ട്. എന്തായാലും നല്ല ഭംഗിയായിട്ട് തന്നെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് ഈ ഒരു ബോട്ട് റൈഡ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ബോട്ടിൽ നിന്ന് വെള്ളം ഇങ്ങനെ തെറിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കരയിലെത്താറായപ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലക്ഷദ്വീപിലേക്ക് വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതുപോലെ വെള്ളത്തിൽ ചാടുക, വെള്ളത്തിൽ കളിക്കുക എന്നുള്ളതൊക്കെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ നനയുന്നതൊന്നും അത്ര വലിയൊരു കാര്യമേ അല്ല. അങ്ങനെ ഫൈനലി ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മൾ തിരിച്ചെത്തി. ഇനി നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോൾഫിൻ വാച്ചിങ് എന്ന് പറയുന്നൊരു പ്രോഗ്രാമാണ്. അതിൻ്റെ ഒപ്പം തന്നെ സ്നോർക്ലിങ്ങും ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ആളുകളെല്ലാം തന്നെ ഈ ഡോൾഫിൻ വാച്ചിന് നമ്മുടെ ഒപ്പം വരുന്ന ആളുകൾ കേട്ടോ. ഈ കാണുന്നൊരു ബോട്ടിലാണ് നമ്മൾ ഉൾക്കടലിലേക്ക് പോകാനായിട്ട് പോകുന്നത്. ഞങ്ങളെ കൂടാതെ വേറെ 8 പേര് കൂടിയുണ്ട് നമ്മൾ ഈ പോകുന്ന യാത്രയിൽ. കരയിൽ നിന്ന് ഒരുപാട് മാറി ഉൾക്കടലിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ലൈഫ് ജാക്കറ്റ് എല്ലാവരും നിർബന്ധമായിട്ട് ഇട്ടിട്ടുണ്ടാവണം. കാരണം ചെറിയ ബോട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ തിര ഉണ്ടാവാനായിട്ട് ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ എങ്ങാനും വെള്ളത്തിൽ വീഴുകയാണെങ്കിലും പൊങ്ങിക്കിടക്കാൻ വേണ്ടിയാണ് ഈ ലൈഫ് ജാക്കറ്റ് ഇടുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഈ വെള്ളത്തിൻ്റെ ഒരു കളറ് കണ്ടില്ലേ? കുറച്ച് ഉൾക്കടലിലേക്ക് അങ്ങ് ചെന്ന് കഴിയുമ്പോഴേക്കും വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി നല്ല കരിനീല കളറായി. അതുപോലെ തന്നെ നല്ല രീതിയിൽ തിരയുമുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ വെതർ ഇത്തിരി മോശമായിരുന്നുകൊണ്ട് തന്നെ തിര നല്ല രീതിയിൽ അടിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ ചെറിയ ബോട്ടിൽ പോകുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബോട്ട് കിടന്ന് ഒലയുന്നുമുണ്ട്. എന്തായാലും കടലിന് അടുക്ക് ഇത്രയും ചെറിയ ബോട്ടിൽ ഇങ്ങനെ തിരയുള്ള ആ ഒരു ടൈമിലുള്ള ഒരു യാത്ര അത് ശരിക്കും ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈ കാണുന്നൊരു വിഷ്വൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ബോട്ട് എത്രത്തോളം കിടന്ന് ഉലയുന്നുണ്ടെന്നുള്ളത്. നല്ല രീതിയിൽ തിരയുണ്ടായിരുന്നു. എന്തായാലും ഇത്രയും റഷായിട്ടുള്ള സീ ആയതുകൊണ്ട് തന്നെ ഡോൾഫിൻസിനെ കാണാനായിട്ടുള്ള ചാൻസും വളരെ കുറവാണ്. സാധാരണ നമ്മൾ ഈ ഓപ്പൺ സീയിൽ ഇതുപോലെ തന്നെ ട്രാവൽ ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഡോൾഫിൻസ് നമ്മുടെ ബോട്ടിൻ്റെ തൊട്ട് സൈഡിൽ പാരലായിട്ടോ അല്ലെങ്കിൽ ബോട്ടിൻ്റെ ബാക്കിലോ ഫ്രണ്ടിലൊക്കെ ആയിട്ടാണ് വരാറുള്ളത്. എന്തായാലും ഞങ്ങൾ ചുറ്റിനും നോക്കി നിൽക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഡോൾഫിൻസിനെ കാണാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളത്. നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളം കടലിലൂടെയൊക്കെ കറങ്ങിയിട്ടും നമുക്ക് ഡോൾഫിൻസിനെ ഒന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ തിരിച്ചു വന്ന് നമ്മൾ സ്നോർക്ലിംഗ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്. ഈ സ്നോർക്ലിംഗ് എന്താണെന്നറിയാത്ത ആളുകൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. കാരണം എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയണം എന്നില്ലല്ലോ. നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന പോലെ തന്നെ ലൈഫ് ജാക്കറ്റ് ഇട്ട് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടന്നുകൊണ്ട് തന്നെ നമ്മുടെ ഒരു മൗത്ത് പീസ് ഉണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത്. ഇതിന് നമ്മൾ പ്രത്യേകിച്ച് ഓക്സിജൻ ടാങ്കോ ഒന്നും തന്നെ കൊണ്ടുപോകാറില്ല. നമ്മൾ നാച്ചുറലായിട്ട് പുറത്തു നിന്നുള്ള എയർ തന്നെയാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് നമ്മുടെ വായിലൂടെ ആയിരിക്കും. പിന്നെ നമുക്ക് താഴത്തെ കാഴ്ചകൾ കാണാനായിട്ട് ഒരു ഗൂഗിൾസും ഉണ്ടാവും. അതായത് കണ്ണിൽ വയ്ക്കുന്ന ആ ഒരു മാസ്ക്, അതിൽ തന്നെ നമ്മുടെ മൂക്കും കവേർഡായിരിക്കും. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് വെള്ളം മൂക്കിലേക്ക് കയറി പോകുന്നുള്ള പേടിയും വേണ്ട.
ഈ സ്നോർക്ലിംഗ് ചെയ്യുന്ന ടൈമിൽ ശരിക്കും നമ്മൾ കടലിൻ്റെ ആ ഒരു ടോപ്പിൽ തന്നെ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. നമ്മൾ താഴെ ഭാഗത്തേക്ക് അങ്ങനെ പോകില്ല. കാരണം താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. നേരെ മറിച്ച് സ്കൂബയാണെങ്കിൽ നമ്മൾ ഓക്സിജൻ ടാങ്ക് എല്ലാം കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ കടലിനടിയിൽ ഏകദേശം ഒരു 12 മീറ്ററോളം പോയി നമുക്ക് കാഴ്ചകളെല്ലാം കാണാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുറച്ച് ആഴം കുറഞ്ഞൊരു ഏരിയ ആയതുകൊണ്ടാണ് ഈ മീനുകളെ ഇങ്ങനെ കാണാനായിട്ട് പറ്റുന്നത്. ആഴമുള്ള ഏരിയ ആണെങ്കിൽ സ്കൂബ ചെയ്യാതെ നമുക്ക് മീനുകളെയൊക്കെ കാണുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഈ യാത്രയിൽ ഞാനും സ്കൂബ ചെയ്തായിരുന്നു. പക്ഷേ അഗത്തി ഐലൻഡിലല്ല, നമ്മളിനി നെക്സ്റ്റ് പോകുന്ന ഒരു ഐലൻഡിൽ. അത് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും കാണുന്നത്. പക്ഷേ അടിപൊളി സ്കൂബ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം കടലിനടിയിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടറിൽ നല്ല ഭംഗിയായിട്ടുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് വരുന്നു. അങ്ങനെ സ്നോർക്ലിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷവും മോന് കുറച്ച് നേരം കൂടി വെള്ളത്തിൽ കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും വെള്ളത്തിൽ ചാടി കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീന്തി കളിച്ചു. നമ്മൾ ഈ ലൈഫ് ജാക്കറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ വെള്ളത്തിൽ പെട്ടെന്ന് മുങ്ങിപ്പോകാനായിട്ടുള്ള ചാൻസും ഇല്ല. നല്ല വെയിലുണ്ടെങ്കിലും ഇത്രയും തെളിഞ്ഞ വെള്ളത്തിൽ നമുക്ക് എപ്പോഴും അങ്ങനെ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഇവിടുത്തെ ഈ ഒരു വെള്ളത്തിലെ കളിയെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനും എൻജോയ് ചെയ്യാനും പറ്റുന്നുണ്ട്. നമ്മളിങ്ങനെ സ്നോർക്ലിംഗ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ മീനുകൾ ഇങ്ങനെ നമ്മുടെ തൊട്ടടുത്ത് വരുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് നമ്മൾ മീനുകൾക്കുള്ള ഫുഡ് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരുപാട് മീനുകൾ ഇതുപോലെ തന്നെ ചുറ്റിക്കറങ്ങിയൊക്കെ നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് നമ്മൾ സ്നോർക്ലിംഗ് ചെയ്യുന്ന ടൈമിൽ മീനുകളെ കാണില്ല എന്നുള്ളൊരു ടെൻഷനും വേണ്ട. ഈ ഒരു കാഴ്ച കാണുമ്പോഴേക്കും മനസ്സിലാവും, സ്നോർക്ലിംഗ് ചെയ്തു വരുന്ന ആളുകളുടെ തൊട്ടുപുറയിലായിട്ട് മീൻ അവരെ ഫോളോ ചെയ്തു വരുന്നുണ്ടല്ലേ. അവരുടെ കയ്യിൽ നിന്നുള്ള ഫുഡ് താഴെ വീഴുന്നത് കഴിക്കാനായിട്ട് വരുന്ന മീനുകളാണ്. എന്തായാലും നല്ല ഭംഗിയായിട്ട് തന്നെ സ്നോർക്ലിങ്ങിന്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ഇനി തിരിച്ചു പോകാനായിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ സ്നോർക്ലിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിൽ ചെന്ന് ഇനിയുള്ള നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള പരിപാടിയാണ്. അതെന്താണെന്നുള്ളത് ഞാൻ പുറകെ പറയാം. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഈ ഒരു ബോട്ട് വന്നപ്പോഴേക്കും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരെല്ലാവരും തന്നെ ഇതിനകത്തേക്ക് കയറി. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ കാണുന്ന ബോട്ടിൽ പാരാസെയിലിംഗ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം പാരാസെയിലിംഗ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ബോട്ടിലേക്ക് കയറിയത്. എന്തായാലും നമുക്ക് ഈ ഒരു കടലിലെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ തിരിച്ച് റൂമിലേക്ക് ചെല്ലാം. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയ ആ ഒരു ടൈമിൽ നല്ല രീതിയിൽ ഗോൾഡൻ ലൈറ്റിൽ ഈ ഒരു കടൽ നമുക്ക് കാണാനായിട്ട് പറ്റി. രാവിലത്തെ സൺറൈസും വൈകുന്നേരത്തെ സൺസെറ്റും അതാണ് ശരിക്കും ഇവിടുത്തെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. എന്തായാലും രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു അഡ്വഞ്ചർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. വേറൊന്നുമല്ല, രാത്രി 10 മണിയായപ്പോഴേക്കും ഈ കാണുന്നൊരു ചെറിയ ബോട്ടിൽ നമ്മൾ കടലിന് നടുക്കോട്ട് പോയിട്ട് ഫിഷ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്. ഈ ഫിഷ് ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾ പിടിക്കുന്ന മീനുകളെ തിരിച്ചു കൊണ്ടുവന്ന് അപ്പം തന്നെ വെട്ടി ക്ലീൻ ചെയ്ത് നമുക്ക് ഗ്രില്ല് ചെയ്ത് കഴിക്കാനായിട്ട് വരും. അപ്പോൾ വെള്ളത്തിനടിയിലേക്ക് ഡൈവ് ചെയ്യാനായിട്ട് അവർ ഗ്ലൗസും അതുപോലെ തന്നെ ടോർച്ചെല്ലാം സെറ്റ് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് ചാടാൻ റെഡിയായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. നൈറ്റ് ഫിഷിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ മോനെയും വൈഫിനെയും കൂടെ കൂട്ടിയിട്ടില്ല. പക്ഷെ വേറൊരു 3 പേരും നമ്മളൊപ്പം വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഗസ്റ്റുകളൊക്കെ ആയിട്ട് പോയി അവരുമായിട്ട് ചാടിയിട്ടാണ് ഈ ഒരു മീൻപിടുത്തമൊക്കെ. നമ്മുടെ കടലിനടിയിലെ കാഴ്ചകൾ കണ്ട് മീനെല്ലാം പിടിച്ച് നല്ല രീതിയിൽ ഈ നൈറ്റിലെ കാഴ്ചകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഈ ഒരു നൈറ്റ് ഫിഷിംഗ് ശരിക്കും പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കേജും കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മസാല ട്രിപ്സ് എന്ന് പറയുന്ന ഒരു ട്രാവൽ കമ്പനിയാണ്. ഇതുപോലുള്ള കുറേ യുണീക്കായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ ലക്ഷദ്വീപ് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിളിച്ച് ചോദിച്ചിട്ട് അവരുടെ പാക്കേജും കാര്യങ്ങളൊക്കെ ചോദിക്കുക. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള പാക്കേജ് എടുക്കാം. എന്തായാലും പോകുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ പോകാം. അവരോടുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി. നമ്മൾ ഈ കാണുന്ന മൊബൈൽ ആപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്, എവിടെയാണ് കോറൽസ് ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഈ മാപ്പിൽ നോക്കി നമ്മൾ കറക്റ്റ് കോറൽസ് ഉള്ള ഏരിയ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് ആ കോറൽസിനടുത്ത് പോയിട്ടാണ് ശരിക്കും ഫിഷ് ചെയ്യുക. നമ്മൾ ആദ്യം ചാടിയ ഒരു ഭാഗത്ത് അധികം മീനുകളോ ഒന്നും ഉണ്ടാവാതിരുന്നുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി ഉൾക്കടലിൻ്റെ ആ ഭാഗത്തേക്ക് വന്നിട്ടാണ് ഇപ്പോൾ ഫിഷ് ചെയ്യാനായിട്ട് ചാടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരുപാട് കോറൽസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് മീനുകളെ നമുക്കിവിടെ കാണാനും
അതുപോലെ നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള മീനുകൾ പിടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്തായാലും മീനുകളൊക്കെ ഉണ്ടെന്നുള്ളത് ഉറപ്പിച്ചതിന് ശേഷം ഓരോരുത്തരായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി തുടങ്ങി. അങ്ങനെ ഏകദേശം ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് മീൻ കിട്ടി. വേറൊന്നുമല്ല, ഒരു അടിപൊളി ചെമ്പല്ലിയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ചെമ്പല്ലി. ഇതുപോലെ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി മീനുകളെ നമുക്ക് ഈ ഒരു നൈറ്റ് ടൈമിൽ ഇതുപോലെ കുത്തിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഏകദേശം 3 പേര് കടലിൽ ചാടിയിട്ടുണ്ട്. ഇവർ 3 പേരാണ് ഇപ്പോൾ മീനുകളെ നോക്കി നടക്കുന്നത്. നൈറ്റിൽ ഇങ്ങനെ വെള്ളത്തിൽ ചാടി മുങ്ങാങ്കുഴി ഇട്ട് ചെന്ന് മീനുകളെ ഇങ്ങനെ കുത്തിപ്പിടിച്ചെടുക്കാനായിട്ട് ശരിക്കും ഒരു ധൈര്യവും പിന്നെ അതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ഐഡിയയും വേണം. അപ്പോൾ നമ്മുടെ ഒപ്പം വന്ന ആളുകൾ ഓരോരുത്തരായിട്ട് ഇതുപോലെ തന്നെ ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി തുടങ്ങി. ഇനി ഇവരെയും കൂടെ കൊണ്ടുപോയിട്ടാണ് ഈ ഒരു നൈറ്റ് ഫിഷിംഗ് കണ്ടിന്യൂ ചെയ്യുക. ലൈവായിട്ട് തന്നെ ഇതുപോലെ മീനെ കുത്തിപ്പിടിക്കുന്ന ആ ഒരു കാഴ്ചയെല്ലാം അവർക്ക് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് പറ്റും. വാട്ടർ പ്രൂഫായിട്ടുള്ള ടോർച്ചെല്ലാം കയ്യിലുള്ളതുകൊണ്ട് തന്നെ കടലിനടിയിലെ കാഴ്ചകൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാം. ഓരോ 2-3 മിനിറ്റ് കൂടുമ്പോഴും അവർ പിടിക്കുന്ന മീനുകളെല്ലാം കൊണ്ടുവന്ന് നേരെ ഈ ഒരു ബാസ്ക്കറ്റിലേക്ക് ഇടുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമുക്ക് കൂന്തലും കിട്ടുന്നുണ്ട്. കൂന്തലിനെ നൈറ്റ് ടൈമിൽ നമുക്കിങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് വളരെ ഈസിയാണ്, കാരണം ഒരു ചെറിയ റിഫ്ലക്ഷൻ ഉണ്ടാവും. അങ്ങനെ നമ്മൾ മീനുകളെയൊക്കെ നോക്കി വെയിറ്റ് ചെയ്ത് നിന്ന ടൈമിലാണ് ആ കൊട്ടയും അടുപ്പിച്ച് വെച്ചോന്നും പറഞ്ഞിട്ട് ഒരാൾ വന്നത്. കണ്ടില്ലേ, ഒരു അടിപൊളി മീനും നല്ല സൈസുള്ള നല്ല അടിപൊളി മീൻ. ഈ മീനെ കണ്ടപ്പോഴേക്കും ശരിക്കും കഴിക്കുന്ന മീനാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അവരോട് ചോദിച്ചപ്പോഴേക്കും അത് കഴിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. കഴിക്കാത്ത മീനെ സാധാരണ അവരങ്ങനെ കുത്തിയെടുക്കാറില്ല. അങ്ങനെ ഏകദേശം 5 മിനിറ്റ് കൂടുമ്പോൾ എല്ലാവർക്കും കിട്ടിയ മീനുകളെ കൊണ്ടുവന്ന് ബാസ്ക്കറ്റിൽ ഇട്ടിട്ടാണ് തിരിച്ച് വീണ്ടും പോകുന്നത്. ഈ നൈറ്റ് ഫിഷിങ്ങിൻ്റെ ആ ഒരു കാഴ്ച നമ്മൾ കാണുമ്പോൾ ശരിക്കും ടോർച്ചൊക്കെ അടിച്ച് ഇവരിങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ നടക്കുന്ന ആ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ കുമ്പളങ്ങിയിൽ കവര് കാണുന്ന ആ ഒരു ഫീലാണ്. വെള്ളത്തിനടിയിൽ ടോർച്ച് അടിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നത്. എന്തായാലും നമുക്ക് അത്യാവശ്യം മീനുകളൊക്കെ കിട്ടി. ഇനി നമ്മൾ നേരെ തിരിച്ച് കരയിലേക്ക് പോയിട്ട് ഈ മീനുകളെല്ലാം ലൈവായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്. നമ്മളിങ്ങനെ ഈ ബോട്ട് ഓടിച്ച് പോകുന്ന ആ ഒരു ടൈമിൽ ചെറിയ എന്തോ ഒരു മീൻ ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ടല്ലേ, ഇവര് ചാളാന്ന് എന്തോ ആണ് ആ ഒരു മീന് പറയുന്നത്. നമ്മൾ സാധാരണ കഴിക്കുന്ന മത്തി അല്ലെങ്കിൽ ആ ചാളയല്ല കേട്ടോ, ഇതെന്തോ ഒരു ചെറിയ മീനാണ്. ചെമ്മീൻ ചാടുന്ന പോലെ തന്നെ ഇതുപോലെ ചാടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഫിഷിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയ ഉടനെ തന്നെ മീനെ ലൈവായിട്ട് തന്നെ അവർ ക്ലീൻ ചെയ്ത് ഇനി ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ മാരിനേറ്റ് ചെയ്യുന്നതൊക്കെ ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മസാല വെച്ചിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മസാല. എന്തായാലും ഫിഷിംഗ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും മോനെയും വൈഫിനെയും ഞാൻ കൂടെ കൂട്ടി വന്നു. കാരണം ഈ കാണുന്ന മീനും അതുപോലെ തന്നെ ഈ ഒരു എക്സ്പീരിയൻസും ഇതൊന്നും നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ലോ. ശരിക്കും പറഞ്ഞാൽ ലക്ഷദ്വീപിലേക്ക് നമ്മളൊരു ടൂർ പോയെന്ന് കരുതി നമ്മളിപ്പോൾ കാണുന്ന ഈ കാഴ്ചകളും ഈ ഒരു എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് കിട്ടണമെന്നില്ല. നമ്മൾ മസാല ട്രിപ്പ് വഴി ഈ ഒരു പാക്കേജ് എടുത്ത് പോയതുകൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയത്. നമ്മൾ ഈ ഫിഷെല്ലാം ഗ്രില്ല് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഷോപ്പ് കൂടിയുണ്ട്. ഇങ്ങനൊരു ഷോപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നൈറ്റിൽ വന്ന് ചെറിയ ചായയും കടിയൊക്കെ കഴിച്ച് നമുക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കാം. ഇവിടെ നോമ്പ് തുടങ്ങിയ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ നൈറ്റ് ലൈഫ് നല്ല രീതിയിൽ ആക്റ്റീവാണ്. ഇപ്പോഴത്തെ ടൈം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1 മണിയായിട്ടുണ്ട്. ഈ ടൈമിലും ഇവിടെ കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ വന്നിരിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാം. ലക്ഷദ്വീപിൽ ട്രെയിനുള്ള കാര്യം എത്ര പേർക്കറിയാം? എൻ്റെ ഊഹം ശരിയാണെങ്കിൽ മിക്കവർക്കും അതിനെക്കുറിച്ച് അറിയില്ല. ശരിക്കും ലക്ഷദ്വീപിൽ ട്രെയിൻ ഉണ്ടായിരുന്നു. അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ അടുത്ത വീഡിയോയിൽ വരാനുള്ളത്. അടിപൊളി ഒരു ഐലൻഡിലെ കാഴ്ചകളും സ്കൂബ ഡൈവിംഗ് എക്സ്പീരിയൻസും അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ അടങ്ങിയ ഒരു അടിപൊളി വീഡിയോ ആണ് ഇനി അടുത്ത് വരാനുള്ളത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ മിസ് ചെയ്യരുത്. നമ്മളൊപ്പം ഫിഷ് ഹണ്ടിന് വന്ന ആൾക്കാരെ പരിചയപ്പെടുത്തി തരാം. പേര് പറഞ്ഞു ബ്രോ? അലൻ, ടാനിയ, 3 പേരും ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? ഓക്കെ, ഇനിയിപ്പോൾ എന്തെങ്കിലും ഗ്രില്ല് ചെയ്യുന്ന സാധനം എങ്ങനെ നോക്കാം. അതെ, അവരുടെ ഒപ്പം തന്നെ തൊട്ടിപ്പുറത്ത് 2 പേരും കൂടി വന്നിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും പൊളിക്കും. അങ്ങനെ ഗ്രില്ല് ചെയ്ത ഫിഷും നല്ല ചൂട് പൊറോട്ടയും നമുക്ക് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നുണ്ട്, ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.